തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധ ഹെഡ്വിഗ്. ജീവിതകാലം 1174 മുതൽ 1243 വരെ. കരന്തിയായിലെ നാടുവാഴിയായ ബെർട്രോൾഡ് തൃതീയന്റെ മകളാണ്. അമ്മ ആഗ്നസിന്റെ സന്മാതൃക കുട്ടിയെ സ്വാധീനിച്ചു. 12-ാം വയസ്സിൽ സൈലേഷ്യ പ്രഭുവായിരുന്ന ഹെൻറിയെ ഹെഡ്വിഗ് വിവാഹം കഴിച്ചു. വിവാഹാനന്തരം ദൈവത്തോടും ഭർത്താവിനോടും മക്കളോടും കുടുംബത്തോടുമുള്ള ചുമതലകൾ യഥോചിതം നിർവചിച്ചു പോന്നു. 6 മക്കൾ ജനിച്ചതിനു ശേഷം അവിവാഹിതരെ പോലെ ജീവിക്കാൻ ഭർത്താവിനെ സമ്മതിപ്പിച്ചു. പ്രഭു വിശ്വസ്തതാപൂർവം വാഗ്ദാനം നിറവേറ്റി. സ്വർണ്ണാഭരണങ്ങളോ രാജകീയ വസ്ത്രങ്ങളോ അദ്ദേഹം പിന്നീട് ധരിച്ചിട്ടില്ല. ഭർത്താവിന്റെ സഹായത്തോടെ 1000 പേർക്ക് താമസിക്കാവുന്ന ഒരു സിസ്റ്റേഴ്സിയൻ ആശ്രമം പണിയിച്ചു. ദരിദ്രരെയും യുവതികളെയും അവിടെ താമസിപ്പിച്ച് വിവാഹത്തിനോ സന്യാസത്തിനോ വേണ്ടി ഒരുക്കിയിരുന്നു. 16 കൊല്ലം വേണ്ടിവന്നു ആശ്രമ പണി തീർക്കാൻ. ഏതൊരു കന്യാസ്ത്രീയുടെയും ജീവിതത്തെ വെല്ലുന്നതായിരുന്നു ഹെഡ്വിക്കിന്റെ ജീവിതം. ക്രിസ്തുവിന്റെയും അപ്പസ്തോലന്മാരുടെയും ഓർമ്മയ്ക്കായി 13 പേർക്ക് ദിനംപ്രതി സ്വകരങ്ങൾ കൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുത്തിരുന്നു. ഭർത്താവിൽ നിന്ന് പിരിഞ്ഞതിനു ശേഷം ചാരനിറത്തിലുള്ള വിനീത വസ്ത്രമാണ് അവൾ ധരിച്ചിരുന്നത്. 40 വർഷം മാംസം ഭക്ഷിച്ചിട്ടില്ല. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും റൊട്ടിയും വെള്ളവുമാണ് കഴിച്ചിരുന്നത്. 1241 ടാർട്ടാസായിൽ നടത്തിയ യുദ്ധത്തിൽ ഹെൻറി വധിക്കപ്പെട്ടു. പിന്നീട് ഹെഡ്വിഗ് ആശ്രമത്തിൽ തന്നെ താമസമാക്കി. 1243 ഒക്ടോബർ 15-ാം തീയതി സന്യാസിനിയായ വിശുദ്ധ ഹെഡ്വിഗ് ദിവംഗതയായി. ഒരു കന്യാസ്ത്രീയാകാനുള്ള ആഗ്രഹം ബലി ചെയ്തത് സ്വന്തം വസ്തുവകകൾ കൈകാര്യം ചെയ്ത് ദരിദ്രരെ സംരക്ഷിക്കാനാണ്.